പാലല്ലാതെ വേറെ എന്തെങ്കിലും വേണോ? മുറുക്കോ ജിലേബി എന്തെങ്കിലും എടുത്തോ? അതൊന്നും വേണ്ട, വല്ല ഫ്രൂട്ട്സ് എന്തെങ്കിലും എടുത്താൽ മതി. ഫ്രൂട്ട്സ് കഴിച്ചാലേ ശരീരത്തിനെങ്കിലും നല്ലേ. ഈ മാസത്തെ ശമ്പളത്തിൽ നിന്ന് ഞാൻ ഒരു 2000 രൂപ എടുത്തിട്ടുള്ളൂ എന്റെ ചെലവിന്. അല്ല, നീ ലോൺ അടച്ചോ? ലോണൊക്കെ എപ്പോഴും അടച്ച്. കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, 2 മാസത്തെ ഫോൺ റീചാർജ് ചെയ്തിട്ടുണ്ട്. എന്തായാലും പിരിവിടുവല്ലയോ, കല്യാണത്തിന് വലിയ ഗിഫ്റ്റ് തന്നെ മേടിച്ചു കൊടുക്കണം. മായച്ചേച്ചി നമ്മളുടെ കല്യാണത്തിനല്ലേ, അവരാപ്പാടെ പാവപ്പെട്ടവരാ, അല്ല പൈസയാണ് കൊടുക്കുന്നത്, അവരെ ഇഷ്ടമുള്ളത് മേടിച്ചോളൂ. അവൻ പറഞ്ഞ ശരിയാ ചേച്ചി, ചെറുക്കനിപ്പോ ഇത്തിരി ഉത്തരവാദിത്വമൊക്കെ ഒന്ന് തുടങ്ങി. ഉത്തരവാദിത്ത ബോധം അവന്. ഇതവന്റെ അഭിനയമാണെങ്കിലേ അതിനുള്ള കുതിരപ്പവൻ ഞാൻ കൊടുക്കും. അയ്യോ, ഭയങ്കര നെഞ്ചുവേദന. ഗ്യാസിന്റെ ഒന്നും അല്ല, 2 ദിവസമായിട്ടുണ്ട്. പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വേടാ, അമ്മ ആശുപത്രി പോട്ടെ. എന്നാ രമേശ് ചേച്ചിട്ട് പോട്ടുവാ. എനിക്ക് എപ്പോഴേ അറിയാം, നിനക്കൊരു ഉത്തരവാദിത്വം വന്നിട്ടില്ല. ഈ 200 രൂപ ഉണ്ടോ നീ വന്ന കാലത്ത് മരുന്ന് മേടിക്കാൻ കഴിയോടാ? ഈ പൈസ ഞാൻ ഓട്ടോ കൂലിക്ക് എന്നതാ. അമ്മയ്ക്ക് ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി വന്നാലേ അത് അതിനകത്ത് കവർ ആയിക്കോളും. ഹെൽത്ത് ഇൻഷുറൻസോ? അതെപ്പോ എടുത്ത്? മാസം വരെ 400-500 കാര്യമുള്ളായിരുന്നു. അതുകൊണ്ട് ഞാനും എടുത്തു. കോടികളുടെ കവറേജ് കിട്ടും, 30 മിനിറ്റുള്ളിൽ ക്ലെയിം സപ്പോർട്ടും കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് ബയോലുണ്ട്. ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻഷുറൻസ് പാർട്ട്നേഴ്സുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. കൂടാതെ 25% ഡിസ്കൗണ്ടും കിട്ടും. September 22 കഴിഞ്ഞാൽ GST കട്ടാവും. പക്ഷേ വേറെ കുഴപ്പമുണ്ട്, പ്രീമിയത്തിന് റേറ്റ് കൂടും. അതുകൊണ്ട് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അടുത്തുള്ള മാസങ്ങളിൽ GST പൈസ കൊടുക്കണ്ട. അപ്പൊ നിനക്ക് മെച്ചൂരിറ്റി ആയി. അമ്മ എന്ത് വിചാരിച്ച് കല്യാണം കഴിക്കാൻ വേണ്ടി ഇതൊക്കെ കാണിച്ചു തന്നോ? എനിക്ക് അതിന്റെ ആവശ്യമില്ല. എനിക്ക് ഏതെങ്കിലും പെൺകൊച്ചായിട്ട് ഇഷ്ടം തോന്നിയാലേ ഞാൻ ഇപ്പോൾ വിളിച്ചോണ്ടെങ്കിൽ വരും. മെച്ചൂരിറ്റി ഒക്കെ ഉണ്ട്, തലയ്ക്കകത്തൊന്നുമില്ല, മണ്ടൻ.